ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതായത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്തു. ഒരു 5 ബീൻസ് ഇതേമാതിരി അല്പം നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 സവാള നീളത്തിൽ പൊടിയായി അരിഞ്ഞതും, ഒരു സവാളയുടെ പകുതി പൊരിച്ചതും, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി പൊരിച്ചതും, പിന്നെ ഒരു പീസ് ബ്രെഡ് ഈ വലിപ്പത്തിൽ കട്ട് ചെയ്ത് അതും പൊരിച്ചെടുത്തിരിക്കുകയാണ്. ഇതുകൂടി ചേർക്കുമ്പോൾ വെജിറ്റബിൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അത് കടിക്കാൻ. പിന്നെ ഒരു 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ കുറച്ച് അല്പം ഒരു ഗ്രീൻ പീസ് പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും 4 പച്ചമുളകും ഒരു 6 വെള്ളുള്ളിയും ചേർത്ത് ഒരു അല്പം ഉപ്പും അല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേമാതിരിയാണ് തരിതരിപ്പായിട്ട് എടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ അതിലേക്കുള്ള റൈസാണ്, അതായത് കൈമ റൈസാണ്, വളരെ കനം കുറഞ്ഞ കൈമ റൈസാണ്. 1.5 ഗ്ലാസ് റൈസ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിയിലേക്ക് ഇപ്പം ഞാൻ നികരെ വെള്ളം ഒഴിച്ച് വെച്ചു. അതൊരു 10-15 മിനിറ്റ് അവിടെ വെള്ളത്തിലിരിക്കട്ടെ. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിലൊന്ന് ചൂടാവുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ 2 സവാള കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ നൈസായി തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ആ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെള്ളുള്ളി ചതയ്ക്കുന്ന സമയത്ത് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി മാത്രം കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരുവിധം ഇതൊന്ന് വഴന്ന് വരട്ടെ. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെള്ളുള്ളിയും പച്ചമുളകും ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തു. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ആ മിക്സിയുടെ ജാറിലുള്ള ബാക്കി കൂടി വെള്ളമൊഴിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം അതിലേക്ക് ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം, ബീൻസ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം, ഗ്രീൻ പീസ് ബോയിൽ ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് അല്പം ഫ്ലെയിം കുറച്ച് വെക്കണം നമ്മൾക്ക്. എന്നിട്ട് അതിലേക്ക് വേണ്ട പൊടികളാണ് ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, അതായത് ബിരിയാണി മസാലയാണ്, അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് അല്പം മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഒരു 3 സ്പൂൺ അളവിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയിൽ തൈര് നന്നായി ചേർത്ത് കൊടുക്കാം, നന്നായിട്ടല്ല ഒരുവിധം. ഇനി അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് വയ്ക്കുക. ആ മസാലയൊക്കെ ഒന്ന് ചേർന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ഒരു 3 മിനിറ്റോളം നമ്മൾ അതേ ഫ്ലെയിമിൽ തന്നെ മൂടി വയ്ക്കുക. അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ താഴെയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് വേറെ തക്കാളി ഇതേ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ തക്കാളിയുടെ കഷ്ണങ്ങളും കൂടി ഇപ്പോൾ കാണാൻ പറ്റും, അതിനാണ് ഇങ്ങനെ ചെയ്തത്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്തു. അപ്പോൾ നല്ല എരിവായി. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളത് ആ ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ട്, ബീൻസും എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് റൈസ് ബോയിൽ ചെയ്യാം. അതിനായിട്ട് ഇതാ ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇപ്പോൾ ഞാനൊരു 3 ഗ്ലാസ് അളവിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട്, 2.25 ഗ്ലാസ് ഉണ്ടാവും. 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാല, ഒരു നുള്ള് കുരുമുളക് പൊടി. അപ്പോൾ റൈസിലേക്ക് നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിക്കട്ടെ. ഒരു 4 ഗ്രാമ്പു, 2 ഏലക്കായ അതും കൂടി ചേർത്ത് കൊടുത്തു. എന്നതിന് ശേഷം നമ്മളത് അടച്ചു വെച്ചു. ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോൾ നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. വെള്ളം നല്ലതുപോലെ വെട്ടി തിളക്കട്ടെ. ഈ സമയത്ത് ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട്, കറക്റ്റായിട്ടുണ്ട്. വെജിറ്റബിൾ ബിരിയാണിക്ക് അല്പം ഉപ്പ് എരിവൊക്കെ നന്നായിട്ട് മുന്നോട്ട് നിൽക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാൻ അരി കഴുകി സ്ട്രെയിനറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി ഇട്ടതിന് ശേഷം ഒന്ന് അല്പം ഫ്ലെയിം കുറയ്ക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമ്മൾക്കൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അത് അടച്ച് വെച്ച് വേകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വെന്തും കിട്ടും. നന്നായിട്ട് അതൊരു വേർവിട്ട് കിടക്കും. നന്നായി തിളച്ച് വേവണം അരി. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ കൈമ റൈസിൻ്റെ ഒട്ടലൊക്കെ ഒന്ന് മാറാനായിട്ട് നല്ലപോലെ തിളച്ച് വന്നാൽ മതി. ഈ സമയത്ത് ഞാൻ ഒരല്പം കൂടി ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വേവ് പോരാ. അപ്പോൾ നമ്മൾക്കത് 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം കറക്റ്റായിട്ടുണ്ട്. ഈ സമയത്ത് ഒരു
ടേബിൾ സ്പൂണ് നെയ്യ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ അരിയിലെ വെള്ളമൊക്കെ വറ്റാനായി. അപ്പോൾ നമ്മളൊന്ന് ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഇപ്പോൾ കണ്ടില്ലേ, അരിയെല്ലാം നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് സമയത്ത് നമ്മൾക്ക് അതിൻ്റെ മൂടിയിട്ടിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഒരു 15 മിനിറ്റ് അങ്ങനെ ഇരുന്നതിന് ശേഷം മാത്രം തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ചോറ് ഒന്നിനൊന്നും ഒട്ടാതെ തന്നെ നമ്മൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരല്പം മല്ലിയില കട്ട് ചെയ്ത് കൂടി അതിൻ്റെ മേലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ റൈസ് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ആ മസാല ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് ആ റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൈസൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ആ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി പൊരിച്ചതും അല്പം ഉള്ളി വറുത്തതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ബ്രെഡ് പൊരിച്ചതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ ചേർന്ന് പിടിക്കണം. നല്ലതുപോലെ അത് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളെ സൂപ്പർ വെജിറ്റബിൾ ബിരിയാണിയെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികളൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും. ഇനി അതിൻ്റെ മുകളിലേക്ക് ആ ഉള്ളി വറുത്തതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അടിപൊളി വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അതാ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം. അപ്പോൾ സൂപ്പറായില്ലേ? അതിൻ്റെ കൂടെ ഇതാ ഒരു തൈര് സലാഡും കൂടിയായി. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.